നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് മഴ കടുക്കും. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡും കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ് സ്കൂൾ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക്. ആലപ്പുഴ വണ്ടർ ഫോൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ. മനുഷ്യ വിസർജ്യം ഭൂഗർഭജലത്തിൽ കടന്നിട്ടുണ്ടെന്ന് ഗവേഷകർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മാസപ്പടിക്കേസിൽ CMRLനും വീണ ടിക്കും തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിവിൽ നടപടികളുമായി മുന്നോട്ടു പോകാം. കൊച്ചിയിൽ യോഗം ചേർന്ന് ED ഡയറക്ടർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുമായി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തെളിവെടുപ്പ്. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് വിനോദിനി ബാലകൃഷ്ണൻ. മുതിർന്ന PB അംഗം ഫോൺ എടുക്കാറില്ല. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. പിണറായി വിജയൻ വിളിക്കാറുണ്ടെന്നും വിനോദിനി. മലയിടം തുരുത്തുകാരെ വഴിയാധാരമാക്കില്ലെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കോടതിക്ക് പുറത്ത് പരിഹാരം പ്രതീക്ഷിക്കുന്നതായി മന്ത്രി റോജി M. ജോൺ. ചർച്ചകൾ തുടരാൻ നിർദ്ദേശം. ஒரு புதிய அரசியலை, அடிப்படை கட்டமைப்பை மாற்றக்கூடிய அரசியலை உருவாக்க வேண்டும் என்கின்ற ஒரு எண்ணத்தோடு இன்னைக்கு ரொம்ப பண்போடு சொல்லிவிட்டு அதே இயக்கத்திலிருந்து வெளியே வருகின்றேன். இன்றிலிருந்து நம்முடைய ஒரு புதிய பாதை, ഒരു പുതിയ ഇയക്കം, ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. എണ്ണാമലെ BJP വിട്ടു. പുതിയ രാഷ്ട്രീയ സംഘടനയുമായി മുന്നോട്ട്. കർണാടകയിലെ DK ശിവകുമാർ മന്ത്രിസഭയിൽ കലാപം. ജലവിഭവ മന്ത്രി രാജിവെച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് UBMC സ്കൂളിനോട് ചേർന്നുള്ള കൂറ്റൻ കരിങ്കൽ മതിൽ ഇടിഞ്ഞു വീണു. പള്ളി കോമ്പൗണ്ടിലുള്ള സ്കൂളിൽ ഉച്ചസമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറിയ സമയത്താണ് മതിൽ ഇടിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് നടുക്കുന്ന ആ ദൃശ്യം. എനിക്ക് പിറകിൽ കാണുന്ന ഈ മതിൽ അപ്പാടെ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിരവധി കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. ഇത് UBMC സ്കൂളിനോട് ചേർന്നുള്ള ആ പള്ളി കോമ്പൗണ്ടിലുള്ള മതിലാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഇതിലൂടെയാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ആ ഭാഗ്യം കൊണ്ട്, അതായത് ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയേണ്ടി വരും. ഇപ്പോഴും അപകടാവസ്ഥ നിലനിൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇപ്പോഴും ഇവിടെ ഇതിൻ്റെ ബാക്കി ഭാഗം, മതിലിൻ്റെ ബാക്കി ഭാഗം ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. അതിന് തൊട്ട് സമീപത്ത് തന്നെ വീടുകൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ പ്രദേശത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഒപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ ചേരുന്നു. എന്താണ് നിലവിലൊരു സാഹചര്യം ഇപ്പോൾ? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ഇത് അശാസ്ത്രീയമാണ്, ഇത് കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പരാതി കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിരുന്നു. ആ സമയത്തൊന്നും മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ തഹസിൽദാരോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് പരിശോധിക്കുകയോ വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടില്ല.
അപകടം വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരികയും രാഷ്ട്രീയക്കാർ വരികയും ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത്, പ്രദേശവാസികൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. ഈ റോഡ് എങ്ങനെയാണ് ഇതിൽ 100 കണക്കിന് ആൾക്കാർ പോകണയാണ്. ഇവിടെ ഏകദേശം ഒരു 100-300 കുടുംബങ്ങൾ താമസമുണ്ട്. ഈ 300 കുടുംബത്തിലെ കുട്ടികൾ രാവിലെയും വൈകുന്നേരം സ്കൂളിൽ പോകുന്നത് ഇതുവഴിയാണ്, ഉദ്യോഗസ്ഥന്മാർ യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ താലൂക്കിൻ്റെയും നേതൃത്വത്തിൽ എഞ്ചിനീയേഴ്സ് വന്ന് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കറക്റ്റാണോ എന്ന് പരിശോധിക്കേണ്ടത് അവരുടെ കടമയാണ്. അപ്പോൾ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ അപകടം നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം അപകടം നടക്കുമ്പോഴും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയപരമാണോ എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാരാരും ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും അതാണ് പ്രദേശവാസികളും പറയുന്നത്. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ കാണാം, ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ ആ മതിലിൻ്റെ ബാക്കി ഭാഗം ഇപ്പോഴും അതേപടി നിൽക്കുന്നുണ്ട്. അതിന് സമീപത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു വീടും കാണാം. ഇതിന് പിറകിലും ഒരുപാട് വീടുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ RDO ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്നിവയൊക്കെ പ്രധാനമായ കേന്ദ്രങ്ങൾക്ക് സമീപം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം. അത് മാത്രമല്ല, ഇത് നേരത്തെ സൂചിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പ്രദേശവാസിയായ ഷാജി പറഞ്ഞത്. നേരത്തെ പരാതിപ്പെട്ടൊരു സംഭവത്തിൽ വേണ്ട ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഏതായാലും ഭാഗ്യം കൊണ്ട് തലനാരിഴക്കാണ് ഈ ദുരന്തം ഒഴിവായെന്ന് പറയുന്നത്. അത്രത്തോളം ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നടുക്കുന്ന ദൃശ്യങ്ങളാണിത്. ഏതായാലും കാലവർഷം ആരംഭത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. ഇനി അതിതീവ്ര മഴ വരാനുള്ള സാഹചര്യം അത്തരത്തിലൊക്കെ ഉണ്ട്. ഏതായാലും ഇതുപോലെ സ്കൂൾ പരിസരത്തും ഇത്തരത്തിലുള്ള ഇടങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട്. നേരത്തെ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഏതായാലും വലിയ തോതിൽ കാലവർഷ ആരംഭത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു മണ്ണിടിയൽ അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ പരിസരത്തെ ഈ ഒരു മതിൽ ഇടിഞ്ഞു വീണ ഈ സംഭവം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ സ്കൂൾ പരിസരം, അതുപോലെ ഇത്തരം അപകടകരമായ സ്ഥലങ്ങൾ അത് കൃത്യമായി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ശക്തമായ കാറ്റോട് കൂടിയാണ് മഴ. മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൊടിയത്തൂർ മേഖലയിലാണ് മഴ. കോഴിക്കോട് ജില്ലയിലും കാലവർഷം കനത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. മലയോര മേഖലകളിൽ പട്ടണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന രീതിയിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ കനത്ത കാറ്റാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ അടിച്ചത്. നമ്മളിപ്പോൾ മിഠായി തെരുവ് ഭാഗത്താണ് നിൽക്കുന്നത്. മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കനത്ത കാറ്റിൽ മേൽക്കൂരകൾ, ചില കടകളുടെ മേൽക്കൂരകൾ പറന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിൽ നിന്നുള്ള മേൽക്കൂരയാണ് സമീപത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വീണിരിക്കുന്നത്. അവിടെ ഒരു തൂണിൽ തട്ടിയാണ് ആ വലിയ ഷീറ്റ് പിടിച്ചു നിന്നത്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നു. ആ സമയത്ത് മിഠായി തെരുവിൽ ഒരുപാട് ആളുകൾ, സാധന സാമഗ്രികൾ മറ്റും വാങ്ങാനെത്തിയ ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിലൊരു കച്ചവടക്കാരനിലേക്ക് അത്ഭുതകരമായി ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരു കച്ചവടക്കാരനിലേക്ക് തന്നെ പോകാം. ചേട്ടൻ എവിടെയായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ? ഞാൻ അതിന്റെ ചോട്ടിലായിരുന്നു സാർ. ആ ഓടിന്റെ കഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ ഒരു സാധുര ഭ്രങ്കത. അപ്പൊ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു. എന്റെ ബാഗൊക്കെ എടുത്താൽ ഞാൻ അവിടെ മാറ്റി വെച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ട. ഞാൻ മാത്രമല്ല, ഒരു വികലാംഗനായിരിക്കുന്ന ഒരു ലോട്ടറിക്കാരനുണ്ട് എന്റെ അടുത്ത് തന്നെ. അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്ര മാത്രം ഭയങ്കര കാറ്റ്, പലതും വീണ് ആ വണ്ടി, ആ ലോഡുള്ള വണ്ടി താഴത്തെ കുരുണ്ട് അവിടെ എത്തി. അതുകൂടാതെ ഇത് അവിടെയായിരുന്നു, അത് മറിഞ്ഞ് ഇവിടെ എത്തി. ഇതൊക്കെ വലിയ കാറ്റായിരുന്നല്ലേ? ഭയങ്കര കാറ്റായിരുന്നു. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ പോകും. ആൾക്കാർ കുറെ ആളുകളുടെ കൊടകളും തുണികളും ഒക്കെ നനഞ്ഞ്, ഈ കട്ടോടക്കാരും എല്ലാം നനഞ്ഞ് അവരിതൊക്കെ ഉണ്ട് ഇവിടെ. ടൗൺ മുതൽ കോഴിക്കോട് ഏറ്റവും നല്ല ഭാഗമാണിത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കറക്റ്റ് അവിടെ ഇടിച്ചു നിന്നു. ഇടിച്ചാ പോസ്റ്റിൽ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ അടിയിലാവും. ആ സംഭവമാണ് ഭയങ്കര. എന്തായാലും വളരെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. ഒപ്പം ഈ സമീപത്തിനുള്ള ഹാൻഡെക്സിന്റെ കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകളും മുഴുവൻ പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ആളുകൾക്ക് അപകടമുണ്ടാവുന്ന രീതിയിലല്ല ഇത് വീണത് എന്ന് തന്നെ ഏറ്റവും ഭാഗ്യമായി. നമ്മൾ നേരത്തെ കണ്ട കച്ചവടക്കാരനായ ആൾ തന്നെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയ കാറ്റാണ് ഈ മേഖലകളിൽ ആ സമയത്ത് ആഞ്ഞു വീശിയത്.
കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. തൃപ്പൂണിത്തുറ ഇടമ്പാടത്ത് 22ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. ഹൈക്കോടതി ഇടപെടലിലൂടെ സ്ഥാപിച്ച മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ പോലും ചില സ്വകാര്യ വ്യക്തികൾ അടച്ചു കളഞ്ഞതായി നാട്ടുകാർ പറയുന്നു. തൃപ്പൂണിത്തുറ എടമ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയോട് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിലുള്ളവർ അനുഭവപ്പെടുന്ന രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ അതിനുള്ളൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇത് ഇവിടുന്ന് പിറകു ഭാഗത്തേക്ക് പോകുന്ന വലിയൊരു പ്രദേശം, ഏതാണ്ട് 22ഓളം വീടുകൾ ആ മേഖലയിലുണ്ട്. ഇവിടെ അവർക്ക് വിഘാതമായത് സ്വകാര്യ വ്യക്തികൾ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന ഒരിടങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു. അതുകൊണ്ട് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് വലിയ കുഴലുകൾ സ്ഥാപിച്ച വെള്ളം പുറത്തേക്ക് കളയാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. രൂക്ഷമായ വെള്ളക്കെട്ട് ഈ വർഷകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. തീർത്തും ദുസ്സഹമായ രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇക്കാര്യം. സാർ, ഈ വെള്ളക്കെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് 5 കൊല്ലം മുമ്പ് കേസ് ഫയൽ ചെയ്തു. മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്ത് ഇതുവരെ ഒരു പരിഹാരം കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ഇടപെട്ട് ലാസ്റ്റ് കേസ് വിസ്താരം കഴിഞ്ഞ് വിധി കിട്ടി. അമസ് കസ്തൂരും ഈ ഇപ്പോഴത്തെ ചെയർമാനും അന്നത്തെ കൗൺസിലറായിരുന്നു. ആ പൈപ്പ് സ്ഥാപിക്കുകയും വെള്ളക്കെട്ട് ഞങ്ങൾ കംപ്ലീറ്റ് പോവുകയും ചെയ്തു. അതിനുശേഷം ഈ കൊല്ലം ആണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ടിലേക്ക് വന്നത്. അത് പൈപ്പിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ് ആ ഒരു സ്ഥലവാസി. അതുകൊണ്ടാണ് വെള്ളക്കെട്ട് അടച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് ഒട്ടും പുറത്തേക്ക് പോകുന്നില്ല. കലുങ്ക് വഴി പുറത്തേക്ക് പോകുന്നതാണ് പൈപ്പ്. അത് വെമ്പനാട് കയലിട്ട് കണക്ഷനുള്ള തോടാത്. അത് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും അത് മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യും. 1.5 മാസം മുമ്പ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും ഒന്നും ചെയ്യുന്നില്ല. വന്നിച്ചും പോകും, ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയർമാനോട് വന്നു, എല്ലാം ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. ഈ ചെയർമാനെ എല്ലാം അറിയാം. ചെയർമാനെ ബാബു സാറ് നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്. അമസ് കസ്തൂർ രാജേഷ് ഹൈക്കോടതി അവിടെ നിന്നിട്ടാണ് ആ പൈപ്പിട്ടത്. എന്നിട്ട് ഇന്നും ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളക്കെട്ടിലായി കംപ്ലൈന്റ് പറഞ്ഞിട്ട് വിക്കസ് ക്യൂറിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പ്രദേശത്ത് രൂക്ഷമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട്, അത് തുറന്നുവിടാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനങ്ങളോ നിർദ്ദേശങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. വീട്ടിലെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? വീട്ടിലിപ്പോൾ മുട്ടിൻ്റെ അത്രയും വെള്ളമാണ്. നമുക്ക് നിന്ന് ഭക്ഷണം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കിയിരിക്കുകയാണ്. അത്രയും വെള്ളം വീടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് തന്നെ ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തേക്കണമെന്നാണ്. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ട് വരില്ലായിരുന്നു. അത് സർക്കാർ ഗവൺമെന്റ് ഇട്ടേക്കണ പൈപ്പാണ്. അത് ഗവൺമെന്റ് തന്നെ അതിന് പ്രതിവിധി കാണണം. മുനിസിപ്പാലിറ്റി ശക്തിയായിട്ട് അത് പോലീസിനെ വെച്ച് തുറക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം. ആ പൈപ്പ് അടച്ചവന്റെ പേരിൽ നടപടി എടുക്കണം. ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടം ആര് തന്നെ? ഞങ്ങളുടെ വീടൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പം അതിന്റെ നഷ്ടം മുനിസിപ്പാലിറ്റി തന്നെ. കൊല്ലങ്ങളായി ഞങ്ങൾ ഇത് ഫൈറ്റ് ചെയ്യാണ്. മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനോടാണ് ഈ സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുന്ന ആ പൈപ്പ് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം നീണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനകം തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ ദുരിതം നമുക്ക് പറയാവുന്നതിനേക്കാളും അപ്പുറമാണ്, അതിന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. കാലവർഷം കരക്കുമെന്ന എല്ലാ സൂചനകളുമുണ്ട്. നാട്ടുകാരുടെ ദുരിതവും അതിനനുസരിച്ച് വരും. അതിനു മുൻപ് തന്നെ സത്വരമായ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പോൾ, ന്യൂസ് 18. കോട്ടയത്തെ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തിമലയിലായിരുന്നു സംഭവം. പ്രദേശവാസിയായ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആയിരങ്ങൾ വന്നുപോയ ആലപ്പുഴ വണ്ടർ ഫോൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനപ്പെട്ട ജലം. കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി കരുതിയിരുന്ന ജലത്തിന്റെ സാമ്പിളുകൾ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി. 100 മില്ലി ലിറ്റർ ജലത്തിൽ 1000-ൽ പരം ബാക്ടീരിയകളെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുറത്തുവന്നത്. കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ ഇടത്ത് സ്ഥാപിച്ച കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യം ഭൂഗർഭജലവുമായി കലർന്നിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ആലപ്പുഴ ബീച്ചിൽ വേനലവധി കാലത്ത് 2 മാസക്കാലമായി നടന്ന ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങളടക്കം നടന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം വലിയ മാലിന്യ പ്രതിസന്ധിയാണ് ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളിലും നേരിടുന്നത് എന്നുള്ളതാണ്. വലിയ CRZ ലംഘനങ്ങൾ ഉൾപ്പെടെ നടന്നു പലയിടങ്ങളിലും. അതിൽ ഏറ്റവും നിർണായകമായിരുന്നത് ആ ബീച്ചിന്റെ ആ മണലിൽ കുഴിക്കക്കൂസുകൾ ഇറക്കി, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയ പ്രദർശനത്തിൽ കുഴിക്കക്കൂസുകൾ ഇറക്കിയാണ് ബീച്ചിൽ അത്തരത്തിലൊരു സൗകര്യം ഏർപ്പാട് ചെയ്തത് എന്നുള്ളതായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഡയറക്ടർ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ക്യൂനോ അടക്കമുള്ള ജീവനക്കാർ വന്നിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി ഗവേഷണം നടത്തുന്ന ജീവനക്കാരും അതിനോടൊപ്പം ഗവേഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കിയ സിയാൻ എന്ന കമ്പനി ഒരുക്കിയ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ഇടത്തു നിന്നും അവിടുത്തെ കുഴൽക്കിണറിന്റെ ഭാഗമായി ശേഖരിച്ച വെള്ളം കൂടി അതിന്റെ സാമ്പിളുകൾ കൂടി അവർ എടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ ജലം, വണ്ടർഫോൾസ് എന്ന് പറയുന്നത് കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നതായിരുന്നു. അതിന് ധാരാളം ജലം ആവശ്യമായി ഉണ്ടായിരുന്നു. ഈ CRZ മേഖലയിൽ അനധികൃതമായി കുഴൽക്കിണർ കുഴിച്ചാണ് അത്തരത്തിൽ വെള്ളം എടുത്തിരുന്നത്. ഈ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ആ വെള്ളത്തിൽ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അതായത് 100 ml വെള്ളത്തിൽ 1000-ലധികം കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3 ഇടത്തു നിന്നാണ് ജലസാമ്പിളുകൾ ശേഖരിച്ചത്. ഈ റൈഡിന്റെ കീഴ്ഭാഗത്ത് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ചു. അവിടെ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളം ശേഖരിച്ചു. അതിലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എല്ലായിടത്തും ഒരുപോലെ കാണപ്പെട്ടത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 100 ml വെള്ളത്തിൽ 10 കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അവിടെയാണ് ഈ ഇത്രയധികം ജനങ്ങൾ വന്നുപോയ ഒരിടത്ത് 190 രൂപ ടിക്കറ്റ് നിരക്കിൽ വിൽപ്പന നടത്തി ജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച ഇടത്ത് യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും ഒന്നുമില്ലാതെ തന്നെ, അല്ലെങ്കിൽ റെക്കോർഡിക്കലായി അത് ശേഖരിക്കാതെ സൂക്ഷിച്ചു വെക്കാതെ ഇത്തരത്തിൽ ജലം ഉപയോഗിച്ചത് എന്നുള്ളതാണ്. കുട്ടികളടക്കം നിരവധി പേർ വന്നുപോയ ഇടത്താണ് ഇത്തരത്തിൽ വെള്ളം മലിനപ്പെട്ട ജലം ഉണ്ടായിട്ടുള്ളത്. അതും ഇത്തരം ജലം മലിനമാകാൻ, അതായത് മനുഷ്യ വിസർജ്യത്തിന്റെ മാലിന്യം അടങ്ങിയ വെള്ളമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ശാസ്ത്രീയമായ പഠനത്തിന് ശേഷം വ്യക്തമാക്കുന്നത്. അതിന് തെളിവായി തന്നെ നമുക്ക് പറയാൻ കഴിയുക, മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലായിരുന്നു ഈ പ്രദർശനം നടന്ന ഇടത്ത് കുഴൽക്കിണറുകളും ഒപ്പം തന്നെ കുഴിക്കക്കൂസുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മണലായതുകൊണ്ട് തന്നെ കടൽ തീരമാണ്. കടലിൽ നിന്ന് 3-4 മീറ്ററുകൾ മാത്രമേ വ്യത്യാസം ഈ കുഴിക്കക്കൂസുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനും 1-2 മീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ സ്ഥാപിച്ചിരുന്ന അനധികൃത കുഴൽക്കിണറിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കക്കൂസ് മാലിന്യങ്ങൾ അരിച്ചിറങ്ങിയ വെള്ളമാണ് കൃത്യമായ ശാസ്ത്രീയമായ അത് ശുചീകരണമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഈ അവിടെ 24 മണിക്കൂറും നടന്ന, അതായത് രാവിലെ തുടങ്ങുന്ന പ്രദർശനം രാത്രി 10 മണി വരെ നീണ്ടിരുന്നു. അവിടെ ഈ ഒഴുക്കി വിട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു ഈ വന്നു പോയത് എന്നുള്ളതാണ്. അവിടെ എത്തിയ ചിലർക്ക് കണ്ണിനും ചൊറിച്ചിലടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയതായ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് ഇനി നഗരസഭയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്ന നടപടി എന്നുള്ളതും ശ്രദ്ധേയമാകുന്നു. കാരണം കോളിഫോം ബാക്ടീരിയയുടെ അളവ് കാണിക്കുന്നത് മറ്റ് രോഗങ്ങൾ, ഗുരുതര രോഗങ്ങൾക്ക്, സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യതയുള്ള ജലമാണ് ഇതിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെ ശാസ്ത്രീയമായി വാട്ടർ തീം പാർക്കുകൾ പ്രവർത്തിക്കുമ്പോൾ, അത്തരത്തിൽ ജലം ഉപയോഗിച്ചുള്ള റൈഡുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി പരിശോധന എല്ലാ ദിവസവും വേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി നഗരസഭയ്ക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വലിയ നിർമ്മാണങ്ങൾ, അതായത് ഇപ്പോൾ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞു, വലിയ നിർമ്മാണങ്ങൾ ഇപ്പോഴും അഴിച്ചു മാറ്റപ്പെടാതെ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് CRZ ഹൈറ്റൈഡ് ലൈനിൽ CRZ സോൺ 1-ലാണ് ഇത്രയും വലിയ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. അതാണ് എങ്ങനെയാണ് ഇതിന്റെ സാങ്ഷൻ കിട്ടിയത് എന്നുള്ള ചോദ്യം വലിയ ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള തെർമോകോളുകൾ ഉൾപ്പെടെ ഉള്ള അവിടെ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രദർശനത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടിട്ടുള്ളത്. കടലിൽ കയറി ഇറങ്ങാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും തിരക്കേറുമ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് പോവുകയാണ്. അതിനോടൊപ്പം ജൈവ മാലിന്യങ്ങളും കുഴിക്കക്കൂസുകളും ആലപ്പുഴ ബീച്ചിന്റെ ഏറ്റവും മനോഹരമായ ബീച്ചിൽ പ്രാകൃതമായ രീതിയിൽ അവർ
ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ മുഴുവൻ ഭരണകൂടത്തെയും, അതായത് 2 മാസക്കാലമായി നടന്ന ഈ പ്രദർശനത്തിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു. അതോടൊപ്പം തന്നെ നഗരസഭ ഉൾപ്പെടെയുള്ള ആളുകൾ, സംവിധാനങ്ങൾ പറയുന്നത് ഇത് കർശന നടപടി സ്വീകരിക്കുമെന്നാണ്. എന്തുകൊണ്ട് 2 മാസക്കാലം കൃത്യമായ പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ അമ്പലപ്പുഴ MLA ആയ ജി സുധാകരൻ ഇതിനകത്ത് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായരോടാണ് അദ്ദേഹം അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ വൻ തിരക്കുള്ള ദിവസങ്ങളിൽ 45 ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ വരെ വിറ്റുപോയിട്ടുള്ളതാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ അതിന് തക്കതായ തുക ഈ നഗരസഭയിൽ വിനോദ നികുതിയായി ലഭ്യമായിട്ടുണ്ടോ, ടാക്സ് വെട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജി സുധാകരൻ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തക്കമുള്ള പരിശോധന നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഈ കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ശേഖരിച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിളുകളിലാണ് ഇത്തരത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ്, അതായത് കക്കൂസ് മാലിന്യം കൊണ്ട് മലിനപ്പെട്ട ജലമാണ് അരിച്ചിറങ്ങി, അതായത് മണലിലാണ് ഈ ഇത്തരത്തിലുള്ള കുഴിക്കക്കൂസുകൾ, താഴെ മറ്റൊന്നുമില്ലാത്ത കുഴിക്കക്കൂസുകൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ ഭൂഗർഭ ജലത്തിലേക്ക് ആ മാലിന്യങ്ങൾ അരിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അത് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ആ പരിശോധനകളുടെ ഫലം ഔദ്യോഗികമായ ഒരു അന്വേഷണം വന്നാൽ അത് കായൽ ഗവേഷണ കേന്ദ്രം ആ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ഗുരുതര വീഴ്ച സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയിടം തുരുത്ത് വിഷയം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി റോജി എം ജോൺ തർക്കത്തിലുള്ള വസ്തുവിൽ തന്നെ 5 സെന്റ് ഭൂമി ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് സ്ഥലമുടമയോട് ചോദിച്ചിട്ടുണ്ട്. താമസക്കാരെ പെരുവഴിയിലാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെയൊരു ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന 2 അക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരു അന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മാസപ്പടി കേസിൽ CMRLന് തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സിവിൽ നടപടികളുമായി EDക്ക് മുന്നോട്ട് പോകാം. സ്വത്ത് കണ്ടുകെട്ടാനും അതിനുള്ള അന്വേഷണവുമാകാം. എന്നാൽ ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് വിലക്കുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 5 പേരെ തെളിവെടുപ്പിനായി ബേക്കറി ജംഗ്ഷനിൽ എത്തിച്ചു. പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീടിന് മുന്നിലായിരുന്നു തെളിവെടുപ്പ്. നാളെ വൈകുന്നേരം വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇവരെ വിട്ടിരിക്കുന്നത്. BJPയിൽ നിന്ന് രാജിവെച്ച് പുത്തൻ പാതയിൽ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ മൂവ്മെന്റ് തുടങ്ങുന്നുവെന്നാണ് BJPയിൽ നിന്നുള്ള രാജി സ്ഥിരീകരിച്ചുകൊണ്ട് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പ്രഖ്യാപനം. www.wetheleaders.org എന്ന വെബ്സൈറ്റിൽ വോളണ്ടിയറായി രജിസ്റ്റർ ചെയ്തു. മൂവ്മെന്റിന്റെ ഭാഗമാകാം എന്നാണ് ആഹ്വാനം. രാഷ്ട്രീയ നിലപാടുകളും എത്തിക്സും പഠിപ്പിക്കാൻ APJ അബ്ദുൽ കലാം സെന്റർ ഫോർ പൊളിറ്റിക്സ് കോയമ്പത്തൂരിൽ ആരംഭിക്കും. എല്ലാവരെയും ചേർത്തുള്ള തമിഴ്നാടിന് ചേരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമാണ് രൂപപ്പെടുത്തുന്നത്. രാഷ്ട്രീയ പാർട്ടിയായി മാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നും അണ്ണാമലൈ വ്യക്തമാക്കി. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം BJP അംഗത്വം രാജിവെച്ച് ഡൽഹിയിൽ അമിത്ഷാ അടക്കം കണ്ടിരുന്നു. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നത്. മലയാള സിനിമയിൽ അപൂർവ റെക്കോർഡുമായി സൂപ്പർ താരം മോഹൻലാൽ. എംപുരാൻ, തുടരും, ഹൃദയപൂർവ്വം, ദൃശ്യം 3 എന്നിങ്ങനെ 4 സിനിമകളുടെ മാത്രം കണക്കെടുക്കുമ്പോൾ
14 മാസങ്ങൾക്കിടയിൽ ഏകദേശം 1000 കോടിക്കടുത്ത ബിസിനസ്സാണ് മോഹൻലാൽ എന്ന താരചക്രവർത്തി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള വിദേശങ്ങളിലും ലാൽ ചിത്രങ്ങൾക്ക് വലിയ വിപണി മൂല്യം ഉണ്ട്. സൗദി അറേബ്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 1 മില്യൺ ഗ്രോസ് നേടിയ 2 ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ മോഹൻലാലാണ്. മറ്റേയാൾ ഷാരൂഖ് ഖാനും. മലയാള സിനിമയുടെ തന്നെ ലോകവ്യാപകമായ വളർച്ചയുടെ മുഖമാണ് ഇത് കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 20 കോടി രൂപയാണ് ലാൽ ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നത്. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പീരുമേട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണം സ്കൂൾ പ്രിൻസിപ്പൽ പി ബാബു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുറിഞ്ഞപ്പുഴ ഫോറസ്റ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. NSS വോളണ്ടിയർമാരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടെ സ്കൂൾ പരിസരത്തും സമീപ പ്രദേശങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണാർത്ഥം ഫൈസൽ ഹുസൈൻ കഥയെഴുതി സംവിധാനം ചെയ്ത ഡേഞ്ചറസ് വൈബിന്റെ ആദ്യ പ്രദർശനം കോഴിക്കോട് ARC കോർണേഷൻ തിയേറ്ററിൽ നടന്നു. കോഴിക്കോട് മേയർ O സദാശിവൻ മുഖ്യാതിഥിയായിരുന്നു. ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം ഓപ്പൺ ഫോറവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. അപ്പുണ്ണി ശശിയും ജയരാജ് കോഴിക്കോടുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകൾക്ക് പുറമെ സർക്കാരിന്റെ സഹകരണത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചിത്രം പ്രദർശനത്തിന് എത്തും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,275, പവന് 1,14,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,795, പവന് 94,360. വെള്ളി ഗ്രാമിന് 275, കിലോയ്ക്ക് 2,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.